കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്നോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഇതിന് അത്രയ്ക്കൊന്നും സീരിയസ് ആയിട്ട് കാണണ്ട ജ്യോതി. അവരുടെ ഒരു തമാശ അങ്ങനെ അങ്ങ് കണ്ടപ്പോരെ. സുപ്രീം, നീ ഈശ്വരാ, സുപ്രീം എന്ന് വിളിച്ചത് അമ്മ കേട്ടു കാണുവോ? ഹലോ ബേട്ടീസ്, ഹൗ ആർ യു? എന്താ രണ്ടുപേരും കൂടി ഒരു വർത്തമാനം? അത് പിന്നെ ഞങ്ങള് താര ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അവള് ചെയ്തത് തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷയെ നീ അവക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എന്താ അമ്മ കാര്യം? ചെയ്ത തെറ്റ് മനസ്സിലാക്കാനും അതിന് സോറി പറയാനും അവരാരും തയ്യാറാവുന്നില്ലല്ലോ. ഹരിപ്രിയെ, ഈ വീടിന്റെ ഗൃഹനാഥയായിരുന്നവളാ നിന്റെ ചേച്ചി. സുപ്രിയ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചു കാലം ഇവരും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അന്ന് ഇവരിൽ ആരെങ്കിലും ഒരാള് ഇതുപോലെ ചെയ്തിട്ടുണ്ടോന്നറിയോ നിനക്ക്? ഇല്ല. അന്ന് സുപ്രിയക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവര് ഭയപ്പെട്ടിരുന്നു. അവളുടെ അനിയത്തിയോടാ ഇവളുമാരിപ്പോ ഇങ്ങനെ പെരുമാറുന്നത്. അതിന് മാപ്പ് പറയിപ്പിക്കണം. അതൊന്നും വേണ്ടമ്മേ. അവരൊക്കെ ഈ വീട്ടിലെ ഒരുപാട് അധികാരവും അവകാശങ്ങളുള്ള അമ്മയുടെ മരുമക്കളല്ലേ. എന്റെ മരുമക്കളല്ല, ദേ ഇവളുടെ മരുമക്കളാ. എന്റെ മരുമോളെ ഇവളാ. അതുകൊണ്ട് അവരെ കൊണ്ട് എങ്ങനെ മാപ്പ് പറയിപ്പിക്കണമെന്ന് ഇവള് തീരുമാനിക്കട്ടെ. ജ്യോതി, ഹരിപ്രിയ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. അത് നോക്കേണ്ടത് നീയാ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ അത് നീ ചെയ്തിരിക്കണം. ശരി അമ്മ, അത് ഞാൻ ഏറ്റു. ഇപ്പൊ ഹാപ്പി ആയില്ലേ? അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഞാൻ ഇപ്പൊ വരാവേ. പാവം അമ്മ, നീ സുപ്രിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ നിമിഷം ഇവിടെ ബോധം കെട്ട് വീണേനെ. ജീവിതം എന്തൊക്കെ വേഷങ്ങളാ ജ്യോതി നമ്മളെ കൊണ്ട് കെട്ടിക്കുന്നു. ഓരോ ഇടത്തും കെട്ടേണ്ടി വരുന്നത് ഓരോതരം വേഷങ്ങളാ. എന്നാ യഥാർത്ഥ വേഷം കെട്ടാനും പറ്റുന്നില്ല. മനുഷ്യന്റെ നിസ്സഹായത അത് തന്നെയാ ഏറ്റവും വലുത്, അല്ലേ? അതെ, മനുഷ്യൻ എപ്പോഴും നിസ്സഹായനാ. എല്ലാരും വിചാരിക്കും അവരവരുടെ മിടുക്കൊണ്ടാ എല്ലാം നടക്കുന്നേന്ന്. പക്ഷെ ഒന്നുമല്ല, ഇതൊക്കെ എങ്ങനെയോ അങ്ങ് നടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവളുമാരെ ഞാൻ വെറുതെ വിടത്തില്ല. നിന്നോടിത് ചെയ്തേന് അവളുമാരെ കൊണ്ട് ഞാൻ മാപ്പ് പറയിച്ചിരിക്കും. ദേ ഉറപ്പാ. ആ, എന്നെ തല്ലാൻ അവൾക്ക് എന്താ അധികാരം? ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്, അവളോട് ചോദിക്കണമായിരുന്നു. ചോദിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ല. സംഭവിച്ച എന്താന്ന് പറയാൻ ചെന്നിട്ട് ഡിക്ക് ഇത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഈ വീടിനകത്ത് എന്തിനാ ക്യാമറ വെക്കുന്ന? വീടിന് പുറത്തു വെച്ചാ പോരെ? നമ്മൾ കുറച്ച് സ്ത്രീകളല്ലേ ഈ വീട്ടിലുള്ളത്. ക്യാമറ പുറത്തു വെച്ചാലും മതിയല്ലോ. അതിന് ഡിക്ക് കുറ്റം പറയണോ? നേരത്തെ വിഘ്നേഷിന്റെ ആളുകള് കേക്കില് വിഷം കലർത്താൻ വന്നപ്പോ ഡിക്ക് ഇത് കണ്ടുപിടിച്ചത് ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ? അകത്ത് വെച്ചാൽ മാത്രമേ ക്യാമറ കാണത്തുള്ളൂ, പുറത്തു വെച്ചാൽ അവരെ കാണാൻ പറ്റില്ലേ? ഇനിയിപ്പൊ ക്യാമറയുടെ കാര്യം പറഞ്ഞൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തല്ലിയ കാര്യം പറയുന്നതായിരിക്കും നല്ലത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ വീടിനകത്ത് ക്യാമറ നമുക്കൊരു തടസ്സം തന്നെയാ. നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന പ്രവൃത്തി തന്നെയാ ഇത്. അത് മാറ്റണം, മാറ്റിയേ തീരൂ. മായച്ചി, നമുക്ക് ഈ രാത്രി അതൊക്കെ എടുത്തങ്ങ് ദൂരെ കളഞ്ഞാലോ? അതൊന്നും വേണ്ട. ദേ, നമ്മളായിട്ടത് ചെയ്താ അത് വേറെ പ്രശ്നമാകും. ഡിക്ക് വരട്ടെ, ഡിക്കയോട് തന്നെ പറഞ്ഞ് നമുക്കതെടുത്ത് മാറ്റിക്കാം. അതല്ലേ നല്ലത്? ഡിക്ക് വരട്ടെ, ഡിക്കയോട് തന്നെ പറഞ്ഞ് നമുക്കതെടുത്ത് മാറ്റിക്കാം. അതല്ലേ നല്ലത്? അതിന് ഡിക്ക് സമ്മതിക്കണ്ടേ?
ഓ, എല്ലാം കൂടെ ഓർത്തിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാം. താരേച്ചി, അടി കിട്ടിയത് കിട്ടി. തെളിവ് സഹിതം ജ്യോതി പിടിച്ചു. അന്നേരം താരേച്ചിക്ക് തിരിച്ചെന്തെങ്കിലും പറയാനോ ചെയ്യാനോ സമയം കിട്ടിയില്ല. ഇനി അതിനൊന്നും മെനക്കെടാതിരിക്കുന്നതാ നല്ലത്. ഡിക്ക് എന്തിനാ ഈ ക്യാമറ അവളുടെ ഫോണിൽ മാത്രം കണക്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവത്തെ. നമ്മളാരും ഈ വീട്ടിൽ താമസിക്കുന്നവരല്ലേ? ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി. എന്ത് കാര്യം? ജ്യോതിയും ഡിക്കെയും നമുക്ക് മുന്നിൽ കാണിക്കുന്ന പിണക്കവും പരിഭവവും എല്ലാം വെറും കാഴ്ചയാണ്. നമ്മളെ പറ്റിക്കാനുള്ള മായ കാഴ്ച. അവര് ഭാര്യയും ഭർത്താവും തമ്മില് ഒരു ധാരണയിൽ തന്നെയാ ജീവിക്കുന്നത്. അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ച സാധിക്കില്ല. അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ വീട്ടിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായ ഈ ക്യാമറ ഇതിനകത്ത് നിന്ന് മാറ്റണം. നമ്മൾ സ്ത്രീകളാ, നമുക്ക് പല പരിമിതികളുണ്ട്. വസ്ത്രം മാറാനും ജോലി ചെയ്യാനും കുളിക്കാനും നനയ്ക്കാനും ഈ വീട്ടിൽ തേരാ പറ നടക്കുന്നവരാ നമ്മള്. അതിനിടയില് ഈ ക്യാമറ ശ്രദ്ധിക്കാൻ നമുക്ക് ചിലപ്പോ പറ്റില്ല. മായേച്ചി പറഞ്ഞ് 100% ശരിയാ. അത് മാറ്റാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തായാലും ഡികെ വരട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഈ ഫ്രൂട്ട്സ് ഹരിപ്രിയക്ക് കൊടുത്തേക്ക്. വേണ്ട വേണ്ട, അതൊക്കെ നേരിട്ടങ്ങ് കൊടുത്താ മതി. ഞാൻ കൊടുക്കാനോ? പിന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്നേ? വാങ്ങിച്ചോണ്ട് വന്ന ആള് തന്നെ കൊടുക്കണം. അതല്ലേ അതിന്റെ ഒരു സന്തോഷം. അത് വേണ്ട, ഇത് നീ ഞാൻ കൊടുത്താ മതി. അങ്ങനെ അല്ല എന്റെ കുശിനിക്കാരാ. നമുക്ക് വേണ്ടിയല്ലേ ഹരിപ്രിയ ഇത്രയും പീഡനങ്ങളൊക്കെ അനുഭവിച്ചത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയത് നിങ്ങൾ അവൾക്ക് നേരിട്ടല്ലേ കൊടുക്കേണ്ടത്. അതല്ലേ അതിന്റെ ഒരു സന്തോഷം. ഒന്ന് ചെല്ല എന്റെ ഹിറ്റ്ലറെ. ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചില സന്തോഷങ്ങൾ ഹരിപ്രിയക്കും കിട്ടട്ടേന്ന്. ചെല്ല ചെല്ല. ഡിക്ക് മുന്നിൽ നിൽക്കുന്നത് സുപ്രിയയാണെന്ന് ഭാവം അറിയുന്നില്ല. സത്യത്തിൽ ഞാൻ ഡിക്കയോട് ചെയ്യുന്നത് ചതി തന്നെയാ. പക്ഷെ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ. ഇപ്പോ ക്ഷീണം കുറവുണ്ടല്ലോ അല്ലേ? കുറവുണ്ട്. താങ്ക്സ് a lot. എന്തിന്? ഇത്തിരി ഫ്രൂട്ട്സ് വാങ്ങി തന്നതിനാണോ താങ്ക്സ് പറയുന്നത്? അല്ല, നിന്റെ ഈ നല്ല മനസ്സിന്. ലോകത്തൊരു ഭാര്യയും ഇതുപോലൊരു കാര്യം ചെയ്യില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ. ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ സംശയത്തോടും വെറുപ്പോടും കൂടി മാത്രമേ മിക്കവരും കാണൂ. എന്നാ നീ അങ്ങനെയല്ല. നിന്റെ മനസ്സ് നിറയെ കാരുണ്യ. ഓ, അങ്ങനെ എന്നെ പുകഴ്ത്തൊന്നും വേണ്ട. അങ്ങനെ കാരുണ്യം കവിഞ്ഞൊഴുകിയിട്ടൊന്നും അല്ല ഞാൻ ഇതിനെ അനുവദിച്ചത്. പിന്നെ മരിക്കാൻ പോകുന്നവളോടുള്ള സിമ്പതി അല്ലേ? ആ, അങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാം. എനിക്ക് ആരുടെ സിമ്പതി വേണ്ട ജ്യോതി. നീയെങ്കിലും ആ വാക്ക് എന്നോട് പറയല്ലേ. എനിക്കത് ഇഷ്ടമല്ല.
ഇതെന്റെ കാരുണ്യം തന്നെയാ സുപ്രിയ. എന്റെ ഭർത്താവിനരികിൽ നിനക്കിപ്പോ വന്നു നിൽക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരുണ്യം, സിമ്പതി. അതുകൊണ്ട് മാത്രമല്ല ഞാനിത് അനുവദിച്ചത്. പിന്നെ ഞാൻ വരുന്നത് വരെ ഡിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. എപ്പോഴൊക്കെയോ ഡിക്ക് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കണ്ട് ഞാനും നിന്നെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ നിന്നോട് ഇത്രയെങ്കിലും സ്നേഹം കാണിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. പിന്നെ എന്റെ ജീവിതം നശിപ്പിക്കാൻ നീ ഒന്നും ചെയ്യില്ലെന്ന് എവിടേക്കോ എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. എന്ന് പറഞ്ഞ അധികം താമസിയാതെ ഞാൻ മരിച്ചു പോകും എന്നുള്ള വിശ്വാസം അല്ല ജ്യോതി. ഞാൻ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തിരിച്ചു വരുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നു. നീ പറഞ്ഞത് സത്യം തന്നെയാ. മനുഷ്യൻ ചിലപ്പോഴെങ്കിലും സ്വാർത്ഥരാ സുപ്രിയെ. അതിപ്പോ എന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാ. ഡിക്ക് ഇപ്പൊ എന്റെ ഭർത്താവാ. അദ്ദേഹത്തെ മറ്റൊരു സ്ത്രീക്കും, ഇനിയിപ്പോ അത് പഴയ ഭാര്യയായ പോലും വിട്ടുകൊടുക്കുന്ന എനിക്കിഷ്ടമല്ല. എനിക്കത് സഹിക്കില്ല. പക്ഷേ നിന്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് സിമ്പതി കൊണ്ടൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരുണ്യമോ അല്ല. നാളെ എനിക്കൊരു കുറ്റബോധം ഉണ്ടാവരുത്. നാളെ എനിക്കൊരു കുറ്റബോധം ഉണ്ടാവരുത്. എന്നെങ്കിലും ഒരിക്കൽ ഡിക്കോട് എനിക്കിത് പറയേണ്ടി വന്ന, നീ ആഗ്രഹിച്ചു തന്നതെല്ലാം നിനക്ക് സാധിച്ചു തന്നിട്ടാ നീ ഈ ലോകം വിട്ടു പോയതെന്ന് എനിക്ക് ഡിക്കയോട് പറയണം. ഡിക്കയുടെ ജീവന്റെ ജീവനായ സുപ്രിയെ കുറച്ചു ദിവസമെങ്കിലും സന്തോഷത്തോടെ നോക്കിയെന്ന് പറയാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ എന്നെങ്കിലും നീ ഡിക്കയോട് പറയോ, ഞാനാണ് ഹരിപ്രിയയുടെ വേഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് നീ പറയോ? അങ്ങനെ പറയേണ്ടി വരുന്നൊരവസരം ഉണ്ടാവില്ലെന്ന് എന്റെ പ്രാർത്ഥന. എന്തായാലും തൽക്കാലം നീ ഫ്രൂട്ട്സ് കഴിക്കുക. പാവം ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ. ആ ഒന്ന് ചിരിക്കണ്ട സുപ്രിയെ. ഒന്നുമില്ലെങ്കിലും പഴയ ഭർത്താവ് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ. പുതിയ ഭാര്യ അതിന് സാക്ഷിയും. ചിരിക്കാനുള്ള നല്ല അവസരമായത്. ആ ഒന്ന് ചിരിക്കടോ. എന്താ വിഘ്നേഷ് സാർ, സുഖം തന്നെയല്ലേ? സുഖിപ്പിക്കാനാണോ എന്നെ ഈ ഇന്ററോഗേഷൻ റൂമിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത്? തമാശകളെ കമ്മീഷൻ സാറേ. എന്നിട്ട് മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്ക്. അതല്ലെങ്കിൽ സാറ് കുടുങ്ങും. വിഘ്നേഷ് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കുമ്പോഴൊരു പ്രതിജ്ഞയുണ്ട്, ഓർമ്മയുണ്ടോ അത്? അതുപോലെ പോലീസിൽ ജോലിക്ക് കയറുമ്പോൾ ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും എന്റെ നാടിനെയും എന്റെ നാട്ടിലെ നിയമങ്ങളെയും ഒറ്റിക്കൊടുക്കില്ലെന്ന അതിന്റെ അർത്ഥം. തന്നെ പോലൊരു ജനപ്രതിനിധിക്ക് വേറെ എന്തെല്ലാം ജോലികൾ ചെയ്യാനുണ്ട്. എന്നിട്ടും താൻ ഇവിടെ വന്ന് ഡിക്കയോട് വില കുറഞ്ഞ കളിക്ക് ഇറങ്ങുന്നു. എന്തിനായിരുന്നു അത്? എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വലിപ്പം എത്രയാണെന്ന് കമ്മീഷണർക്ക് അറിയില്ല. അതിന്റെ വേദന
എന്റെ നെഞ്ചിൽ നിന്നും മരിച്ചാലും പോകില്ല കമ്മീഷണർ സാറ്. ആ പെണ്ണിന് തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേറൊരുത്തനോട് പോയി. അവരിപ്പോ സുഖമായും സന്തോഷമായും ജീവിക്കുന്നു. നമ്മളെ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ ജീവിതം കളഞ്ഞ് വല്ലവരോടും വഴക്കിടാൻ പോകുന്നത്? സമാധാനമായി ജീവിക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട്. അതൊന്നും ചെയ്യാതെ ഇവിടെ വന്ന് DKയോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദേ ഇപ്പൊ കൊലക്കേസിൽ പ്രതിയുമായി. കൂട്ടുപ്രതി അപ്പുറത്തെ മുറിയിലുണ്ട്. വിളിപ്പിക്കണോ? സാറേ, ഏത് കൂട്ടുപ്രതി? എനിക്ക് ഒരു കൂട്ടുപ്രതിയെ അറിയില്ല. ഞാനാണെങ്കിൽ ഒരു കുറ്റവും ചെയ്തിട്ടുമില്ല. നിങ്ങൾ എന്നെ നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. സാറേ, ഇന്ത്യൻ പാർലമെന്റിലെ ഒരു മെമ്പറാ ഞാൻ. എന്നെ അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമായി പീഡിപ്പിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മറുപടി പറയേണ്ടവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം. പക്ഷേ അതിനു മുമ്പ് ആ മൂർത്തി പറഞ്ഞത് സത്യമാണോ എന്ന് ഞങ്ങൾക്കറിയണം. എന്ത് സത്യം? താൻ പറഞ്ഞിട്ടാണ് മൂർത്തി ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതെന്ന്. ആ രണ്ടുപേരുടെയും മരണത്തിന് ഉത്തരവാദിത്വം തനിക്ക് കൂടി ഉണ്ടെന്ന് മൂർത്തി പറഞ്ഞത്. ചുമ്മാ വെറുതെ. സാറേ, എന്നെ കൊടുക്കാൻ വേണ്ടി അയാൾ വെറുതെ കള്ളം പറയുക. ഞാനത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കത് ഈസിയായി നിഷേധിക്കാൻ കഴിയില്ല. കാരണം അയാളും താനും തമ്മിലുള്ള പ്ലാനിങ്ങിന്റെയും ഫോൺ കോളുകളുടെയും ഒക്കെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സാറേ, തെളിവുകൾ എന്തൊക്കെ ഉണ്ടായാലും ഞാനും കൂടി സമ്മതിക്കണ്ടേ? എന്നെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല സാറേ. അതിന് നിങ്ങൾക്ക് അധികാരവും ഇല്ല. സാറേ, ഇപ്പോഴും ഞാൻ MP, മെമ്പർ ഓഫ് പാർലമെന്റ്. താൻ ഇങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല വിഘ്നേഷേ. തന്നെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ശാസ്ത്രീയമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ സത്യങ്ങളാ ഇതൊക്കെ. താൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനേ പോകുന്നില്ല. സാറേ, ഞാൻ രക്ഷപ്പെടണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അയാളെ കൊണ്ടുപോടും. നിങ്ങൾ എത്ര വിചാരിച്ചാലും നിങ്ങൾക്കിനി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല വിഘ്നേഷേ. നിങ്ങളെ ഞങ്ങൾ പൂട്ടിക്കഴിഞ്ഞു. നിയമപരമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്. എന്ത് നടപടി? നിങ്ങളൊന്ന് ചുമ്മാതിരിക്കണം കമ്മീഷൻ സാറേ. ആ DK പറയുന്നത് കേട്ട് തുള്ളുന്നു എന്നല്ലാതെ എനിക്കെതിരെ ഒരു തെളിവും ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നെ മൂർത്തി സാറേ, മർദ്ദനം സഹിക്കാതെ വന്നപ്പോ അയാൾ എന്തോ പറഞ്ഞു എന്ന് കരുതി അതൊന്നും എനിക്കെതിരെ തെളിവാക്കി ഒരു കോടതിയിലും എന്നെ കുറ്റക്കാരനാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ സാർ? അയ്യോ വേണ്ട സാറേ, എന്നോട് ഇനി ഒന്നും ചോദിക്കണ്ട. സാറിനോട് ഞാൻ എല്ലാം നേരത്തെ സമ്മതിച്ചതാ. അതൊക്കെ സത്യമാ സാറേ. ഈ സാറാ എല്ലാം ചെയ്യിച്ചത്. ഈ സാറ് പറഞ്ഞിട്ടാ സാറേ ഞാനിതെല്ലാം ചെയ്തത്. എനിക്കിനി തല്ലുകൊള്ളാൻ വയ്യ. അടികൊള്ളാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും എന്റെ ഈ ശരീരത്തിൽ ഇല്ല സാറേ. എന്നെ രക്ഷിക്കു സാറേ. വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട. ഇത് പാർലമെന്റ് അല്ല, പോലീസ് സ്റ്റേഷനാ. ഇരിക്കെ. മൂർത്തി, എന്നെ കൊടുക്കാൻ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇവന്മാര് നിനക്ക് എത്ര തന്നു? പണം വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. എത്ര വേണമെങ്കിലും ഞാൻ തരുമായിരുന്നില്ലേ മൂർത്തി? എന്തിനാടാ ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുന്നതിന് വേണ്ടി എന്നെ ഒറ്റിക്കൊടുത്തത്? കൊള്ളാം വിഘ്നേഷ്, അസലായ നാടകം. പക്ഷേ ഇതിന് പ്രേക്ഷകർ കിട്ടില്ല. കാരണം
താൻ പറയുന്നതിന് ഒരു വിശ്വാസ്യതയില്ല. പക്ഷേ ഇവൻ മൂർത്തി അവൻ പറഞ്ഞതിന് വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് റിപ്പോർട്ട്സിൽ ഞങ്ങൾ അതങ്ങ് സ്വീകരിച്ചു. തനിക്കിനി രക്ഷയില്ല വിഘ്നേഷേ, സമ്മതിക്കുക. അതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊടുക്കാൻ വേണ്ടി ദാ ഇവൻ മനഃപൂർവ്വം പറയുന്നതാ. ഞാനല്ല അത് ചെയ്തത്. മിസ്റ്റർ വിഘ്നേഷ്, തന്നെ മർദ്ദിക്കാനോ അങ്ങനെ പേടിപ്പിച്ച് സത്യം പറയിപ്പിക്കാനോ ഒരു ഉദ്ദേശവും ഇല്ല. നിങ്ങളെ കൈവച്ച അത് പാർലമെന്റിൽ ഒരു ചോദ്യമായി വരുമെന്ന് എനിക്കറിയാം. ആലോചിക്കും, ഈ രാത്രി മുഴുവനും ആലോചിക്കും. എന്നിട്ട് തീരുമാനിക്കും സത്യം പറയണോ വേണ്ടയോ എന്ന്. ഡോ, പൂർത്തി കൊണ്ടോ. ശരി സർ, പടം.